ഇവിടെ സീതാന്വേഷണത്തിന് ഹനുമാനെ തിരഞ്ഞെടുക്കുകയാണ്. സമുദ്രം കടക്കാൻ ഹനുമാൻ ആലോചിക്കുകയാണ്. ആ സമയത്താണ് ജാംബവാൻ. ഇവിടെ ജാംബവാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമാത്മാവിനെയാണ്. അതായത് ആത്മാക്കളാകുന്ന വാനരന്മാർ ജീവിതമാകുന്ന സമുദ്രത്തെ തരണം ചെയ്യാനായി ആലോചിക്കുമ്പോഴാണ് ആത്മാവിന്റെ യഥാർത്ഥ ഗുണങ്ങളെയും യഥാർത്ഥ ശക്തികളെയും ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ എപ്പോഴാണ് ഒരു വ്യക്തി തന്റെ യഥാർത്ഥ ഗുണങ്ങളും യഥാർത്ഥ ശക്തികളും യഥാർത്ഥ കഴിവുകളും മനസ്സിലാക്കുന്നത്, അപ്പോൾ മറ്റുള്ള ആത്മാക്കളാകുന്ന സീതയെ രാവണനിൽ നിന്നും മോചിപ്പിച്ച് പരമാത്മാവിലേക്ക് എത്തിക്കാൻ സഹായിക്കാനുള്ള ഒരു മാർഗം അവിടെ കിട്ടുന്നുണ്ട്. തദനു കപികുല വരനോടവളു മുര ചെയ്തിതു, ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ, മനസി തവ സുദൃഢമിതി യതി സപതി സാദരം വാപിളർന്നിടുന്നു മാരുതി ചൊല്ലിനാൻ. അതിവിപുലമുടലുമൊരു യോജനായാമമായാശുകനന്ദനൻ നിന്നതു കണ്ടവൾ, അതിലധിക തരവദന വിവരമൊടനാകുല അദ്ഭുതമായി 5 യോജനാ വിസ്തൃതം. പവനതനയനുമതിനു ഝടിതി 10 യോജനാ പരിമിതി കലർന്നു കാണായോരനന്തരം, നിജ മനസി ഗുരുകുതുകമൊടു സുരസയും തഥാ നിന്നാളിരുപതു യോജന വായുമായി. മുഖകുഹരമതി വിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ. അലമലമിത യമമലനരുതു ജയമാർക്കുമെന്നെൻപതു യോജന വാപിളർന്നിടിനാൻ. അതു പൊഴുതു പവനസുതനധികൃശ ശരീരായ അങ്കുഷ്ഠ തുല്യനായുൾപ്പുക്കരുളിനാൻ. തദനു ലഘുതരമവനുമൊരു തര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൾ. ശൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. ശരണമിഹ ചരണസരസിജയുഗളമേവ തേ, ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. പ്ലവക പരിവൃഢ വചന നിശമന ദശാന്തരെ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും, വരിക തവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭ വൃത്താന്തമുള്ള വണ്ണം മുതാ. രഘുപതിയോടഖിലമറിയിക്ക തൽകോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം. അറിവതിനു തവ ബലവിവേക വേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനഹം. നിജചരിതമഖിലമവനോടറിയിച്ചു പോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയും. സുരസ നാഗമാതാവായാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈശ്വരന്റെ ദൗത്യത്തിൽ മുന്നോട്ടു പോകുന്നവർക്ക് അവരുടെ ഉള്ളിൽ തന്നെയുള്ള വികാരങ്ങൾ അവർക്ക് തടസ്സമുണ്ടാക്കുന്നുണ്ട്. അതിനെയും മറികടന്നാൽ മാത്രമേ നമുക്ക് ഈശ്വരന്റെ ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മാർഗത്തിലൂടെ പോകുന്നവർക്ക് ഹനുമാന് സുരസയുടെ വായിൽ കൂടി കടന്നു വേണം പോകാൻ. ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ഹനുമാൻ എത്ര വലുതാകുന്നോ അതിലും വലുതാകുന്നു സുരസ, അതിലും വലുതാകുന്നു ഹനുമാൻ. ഇങ്ങനെ പരസ്പരം വലുതായി വലുതായി വരുന്ന സമയത്ത് പെട്ടെന്ന് ഹനുമാൻ ചെറുതായി അകത്തൂടെ പുറത്തു വരുന്നു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്
ഈശ്വരീയ മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഈശ്വരന്റെ ദൗത്യത്തിലൂടെ മുന്നോട്ട് പോകുന്നവരുടെ ജീവിതത്തിലും ഇതുപോലെ തടസ്സങ്ങൾ വലുതായി വരും. നാം അതിൻ്റെ മുന്നിൽ വലുതായാൽ ഈ തടസ്സങ്ങളും അതിനേക്കാൾ വലുതാകും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളുടെ മുന്നിൽ നമ്മൾ ചെറുതാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈശ്വരന്റെ ദൗത്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. മണികനകമയനമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിയിടിനാൻ. ഹിമശിഖരി തനയനഹമറിക കപിവീര, നീ എന്മേലിരുന്നു തളർച്ചയും തീർക്കടോ. സലിലനിധി സരഭസമയയാൽ വന്നു ഞാൻ, സാദവും ദാഹവും തീർത്തു പോയിക്കൊൾക്കെടോ. അമൃതസമജലവും അതിമധുര മധുപൂരവും ആർദ്ര പക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളുക നീ. അലമലമിതരുതരുതു രാമകാര്യാർത്ഥമായി ആശു പോകും വിധോ പാർക്കരുതെങ്ങുമേ. പെരുവഴിയിലശന ശയനങ്ങൾ ചെയ്യെന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക രഘുകുല തിലക കാര്യങ്ങളൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. വിഗത ഭയമിനി വിരവോടിന്നു ഞാൻ പോകുന്നു, ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം. പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. ഇവിടെ ഈശ്വരീയ ദൗത്യത്തിന് മുന്നോട്ടു പോകുമ്പോൾ അടുത്ത വരുന്ന മാർഗ തടസ്സമാണ് മൈനാകപർവ്വതം. മൈനാകപർവ്വതം പറയുന്നു, കുറച്ചു സമയം വിശ്രമിക്കൂ എന്ന്. പക്ഷേ ഹനുമാനെ പോലെ ഈശ്വരന്റെ ദൗത്യത്തിന് കാലെടുത്ത് വെക്കുന്നവരുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്രമം എന്നത് അവർക്ക് അസ്വസ്ഥതയാണ്. നമുക്കും ഇന്ന് ലോകത്തിൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉണ്ട്. നമുക്കും ആ ലക്ഷ്യത്തിലേക്ക് എത്തണം. ഇവിടെ നാം വിശ്രമിച്ചിരിക്കുക എന്ന് വെച്ചാൽ അത് നമുക്ക് അസ്വസ്ഥതയാണ്. പറയാറുണ്ട്, ആരാം ഹറാം ഹേ എന്നാണ് പറയുന്നത്. തദനു ജലനിധിയിലതി ഗഭീര ദേശാലയെ സന്തതം വാണെഴും ഛായാഗ്രഹിണിയും സരിദധിപനുപരി പരിചോടു പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ. അതു പൊഴുതു മമഗതി മുടക്കിയതാരെന്നിതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ. അതിവിപുലതര ഭയകരാംഗിയെ കണ്ടവളംഘ്രിപാദേന കൊന്നിടിനാൻ തൽക്ഷണേ. നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടിനാൻ. ഇങ്ങനെ വികാരങ്ങളുടെ മേൽ വിജയം നേടി അക്ഷീണമായി, വിശ്രമം പോലും എടുക്കാതെ അക്ഷീണമായി ഈശ്വരന്റെ ദൗത്യത്തിൽ ഏർപ്പെടുന്നവരുടെ മുന്നിൽ വരുന്ന അടുത്ത വിഘ്നമാണ് സിംഹികയെ പോലെ, അതായത് നിഴലിനെ പോലും വിഴുങ്ങാൻ ശക്തിയുള്ളവൾ. അർത്ഥം, നമ്മുടെ തന്നെ പഴയ സ്വഭാവ സംസ്കാരങ്ങൾ നമ്മളെ വീഴ്ത്താൻ ശ്രമിക്കും. അതിനെയും നാം വിജയം കൈവരിക്കേണ്ടതായിരിക്കുന്നു. ഇവിടെ ഉപവനവുമുരുതര തരുപ്രവരങ്ങളുമുന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനികടമഖില ജഗദീശ്വരി തന്നെയുമാശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ.
മലിനതര ചികുരവസനം പൂണ്ടു ദീനയായി മൈഥിലി താൻ കൃശഗാത്രിയായെത്രയും ഭയവിവശമവനിയിലുരുണ്ടും സദാ ഹൃദി ഭർത്താവു തന്നെ നിനച്ചു നിനച്ചലം നയനജലമനവരതമൊഴുകിയൊഴുകി 14 രാമരാമേതി ജപിക്കയും നിശിചരികൾ നടുവിലഴലൊടു മരുവുമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി വിടപിവര ശിരസി നിബിഡച്ഛദാന്തർഗതൻ വിസ്മയം പൂണ്ടുമറഞ്ഞിരുന്നിടിനാൻ. ദിവസകര കുലപതി രഘുത്തമൻ തന്നെ ദേവിയാം സീതയെ കണ്ടു കപിവരൻ കമലമകളഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം. സീതാദർശനം. ഇവിടെ ഹനുമാൻ അശോകവനത്തിൽ സീത ഇരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ബാഹ്യമായ എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെയുണ്ട്. സീതയുടെ കൂടെ തോഴിമാരും ഉണ്ട്. പക്ഷേ സീത ദുഃഖിതയാണ്. ശ്രീരാമനെ വേർപെട്ട ആ വിഷമത്തിലാണ് സീതാദേവി അവിടെ ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ ഇന്നത്തെ ലോകവുമായിട്ട് ഉപമിക്കുമ്പോൾ ഇന്നത്തെ ലോകത്തിലുള്ളവർ ബാഹ്യമായ എല്ലാ ആഡംബരങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്. സന്തോഷമായി ജീവിക്കാൻ വേണ്ടി എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ആർക്കും തന്നെ ആന്തരികമായ സന്തോഷം ഇല്ല. കാരണം ഓരോരുത്തരും ദേഹബോധത്തിൽപ്പെട്ട് പരമാത്മാവിനെ മറന്നിരിക്കുകയാണ്. വിവിധമിതി ദശവദനനുസരണ പൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകജയും അവനോടതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിടിനാൾ. സവിത്രകുലതിലക നിലതതീവ ഭീത്യാ ഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയമതി വിനയമൊടു ശൂനീവ ഹവിരധ്വരേ സാഹസത്തോടു മാം കട്ടുകൊണ്ടീലയോ. ദശവദന സുദൃഢമനുചിതമിതു നിനയ്ക്ക നീ തൽഫലം നീ താനനുഭവിക്കും ദൃഢം. ദശരഥ ജനിഷിത ശരദലിത വപുഷാ ഭവാൻ ദേഹം വിനായമലോകം പ്രവേശിക്കും. രഘുജനന തിലകനൊരു മനുജനിതി മാനസേ രാക്ഷസരാജ നിനക്കു തോറ്റം ബലാൽ. ലവണജലനിധിയെ രഘുകുല തിലകനശ്രമം ലംഘനം ചെയ്യുമതിനില്ല സംശയം. ലവസമയമൊടു നിശിത വിശിഖ പരിപാതേന ലങ്കയും ഭസ്മമാക്കിടുമരക്ഷണാൽ. സഹജസുത സജീവ ബലപതികളോടു കൂടവേ സന്നമാം നിന്നുടെ സൈന്യവും നിർണയം. അവനവന നിപുണതര നവനിഭരനാശന നദ്യ ധാതാവപേക്ഷിച്ചതു കാരണം. അവതരണമവനിതലമതിലതിദയാപര നാശു ചെയ്തിടിനാൻ നിന്നെയൊടുക്കുവാൻ. ജനകനൃപവരനു മകളായി പിറന്നേനഹം ചെമ്മേയതിന്നൊരു കാരണഭൂതയായി. അറിക തവ മനസി പുനരിനി വിരവിനോടു വന്നാശു മാം കൊണ്ടുപോം നിന്നെയും കൊന്നവൻ. ഹനുമാൻ രാവണൻ കാണിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം കാണുന്നു. പക്ഷേ സീതാദേവി ഒരേയൊരു പരമാത്മാവിന്റെ സ്മൃതിയിലിരിക്കുന്നത് കൊണ്ട് അതിനൊന്നും വഴങ്ങിക്കൊടുക്കുന്നില്ല. ഇത് കാണുമ്പോൾ ഹനുമാന് സീതാദേവിയോട്
ഹനുമാൻ എന്ന് വെച്ചാൽ ഈശ്വരന്റെ സന്ദേശകനാണ്. സീത ആത്മാവാണ്. ആ സീതാദേവിയോട് വളരെയധികം ഭക്തിയും ഭാവനയും ജനിക്കുകയാണ്. ഹനുമാൻ ഇറങ്ങി വന്ന് സീതാദേവിക്ക് മോതിരം കൊടുക്കുകയാണ്. പക്ഷേ സീതാദേവിയാകുന്ന ആത്മാവ് ഈശ്വര സ്മൃതിയിലിരിക്കുകയാണ്. ഇത് വിശ്വസിക്കുന്നില്ല. കാരണം ശ്രീരാമന് ഇതുപോലെ ഒരു ഭക്തനുണ്ടെന്നുള്ള കാര്യം സീതാദേവിക്ക് അറിയുന്നില്ല. ദേവിയെ ആരാഞ്ഞു കാൺമാൻ കപീന്ദ്രനും പ്ലവക കുലപരിവൃഢരെ 4 ദിക്കിങ്കലും പ്രത്യേകമേകൈകലക്ഷം നിയോഗിച്ചാൽ അതു പൊഴുതു രഘുപതിയുമലിവോടരികിലെ വിളിച്ചങ്കുലീയം മമ കയ്യിൽ നൽകിയിടിനാൻ. ഇതു ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ എന്നുടെ നാമാക്ഷരാന്വിതം. പിന്നെയും സപതി തവ മനസി ഗുരു വിശ്വാസ സിദ്ധയെ സാദരം ചൊന്നാനടയാളവാക്യവും ഇതി മധുരതരമനില തനയനുര ചെയ്തു ഉടനിന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടിനാൻ. മോതിരം കൊടുക്കുമ്പോൾ സീതയ്ക്ക് വിശ്വാസം വരുന്നില്ല. കാരണം ഇന്നത്തെ ലോകവുമായിട്ട് നമ്മൾ ഉപമിക്കുമ്പോൾ ഇന്ന് ഈശ്വരനിലേക്ക് അനേകം മാർഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഏതാണ് ശരിയായ മാർഗം എന്ന് ഒരു യഥാർത്ഥ ഭക്തന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവിടെ നാം അറിയുന്നത് ഹനുമാൻ മോതിരം കൊടുക്കുകയാണ്. ആ മോതിരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമാത്മാവിന്റെ സന്ദേശമാണ്. അപ്പൊ ഏതൊരാത്മാവാണോ യഥാർത്ഥ ഭക്തൻ, അതായത് ഈശ്വരനെ അന്വേഷിക്കുന്നത്, ഈശ്വരനെ നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നത്, അവർക്ക് പരമാത്മാവിന്റെ യഥാർത്ഥ പരിചയം കിട്ടുമ്പോഴാണ് ഇത് ഈശ്വരന്റെ തന്നെ മാർഗമാണ് എന്ന് തിരിച്ചറിയുന്നത്, ആ മോതിരം ഈശ്വരീയ ജ്ഞാനം സ്വീകരിക്കുന്നത്. ഹനുമാൻ എങ്ങനെയെങ്കിലും രാവണന്റെ മുന്നിൽ എത്തണം എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി അവിടുത്തെ മരങ്ങളെ, അവിടുത്തെ പഴങ്ങളെയെല്ലാം തിന്നാൻ തുടങ്ങി. അവിടെയുള്ള രാക്ഷസന്മാർ ഹനുമാനെ അവിടെ നിന്നും ഓടിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ആത്മീയ രഹസ്യം എന്താണെന്ന് വെച്ചാൽ, അക്ഷീണവും സമർപ്പണ ബുദ്ധിയും ലക്ഷ്യബോധവും സാഹസവും ഉള്ള ഹനുമാനെ പിടിച്ചു കെട്ടാനാണ് രാക്ഷസന്മാർ ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും രാവണന്റെ മുന്നിൽ എത്തിക്കണം. പക്ഷേ ഇവിടെ ഹനുമാനാകുന്ന പരമാത്മാവിന്റെ സന്ദേശകന് രാവണനെ പോലെയുള്ള അസുരന്മാർക്കും അസുരബുദ്ധിയുള്ളവർക്കും ഈശ്വരന്റെ സന്ദേശം എത്തിക്കണം എന്ന ലക്ഷ്യമുള്ളതിനാൽ സ്വയം ബന്ധിക്കാനായി അനുവദിക്കുകയാണ്. ഇങ്ങനെ ഹനുമാനെ ബന്ധിപ്പിച്ച് രാവണന്റെ മുന്നിൽ കൊണ്ടുവരുന്നു. പക്ഷെ രാവണൻ ഹനുമാനെ അപമാനിക്കുന്നതിന്റെ ഭാഗമായി ഇരിക്കാൻ പോലും സീറ്റ് കൊടുക്കുന്നില്ല. പക്ഷേ സ്വമാനത്തിലിരിക്കുന്ന ഹനുമാൻ സ്വന്തം വാലുകൊണ്ട് തന്നെ രാവണനേക്കാൾ ഉയർന്ന ഒരു ആസനമുണ്ടാക്കി അതിൽ ഇരിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈശ്വരന്റെ സന്ദേശം നൽകാനായി ഈ ലോകത്ത് ജീവിക്കുന്നവർ, യഥാർത്ഥ ഭക്തന്മാർ, സമർപ്പണ ഭാവം ഉള്ളവർ, ലക്ഷ്യബോധം ഉള്ളവർ, സാഹസമുള്ളവർ ഒരിക്കലും മറ്റുള്ളവരുടെ ബഹുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയില്ല. പകരം സ്വമാനത്തിൽ ഇരിക്കും. അതായത് സെൽഫ് റെസ്പെക്ട് അവർക്കെന്നും ഉണ്ടായിരിക്കും. അതുകൊണ്ട് രാവണന്റെ സഭയിൽ അവർ ഒരിക്കലും അപമാനിക്കപ്പെടുകയില്ല. ഇങ്ങനെ സ്വമാനത്തിലിരുന്നു കൊണ്ട് രാവണനെയും തന്റെ മിത്രമായി കണ്ട് ഉപദേശിക്കുകയാണ് ഇവിടെ ഹനുമാൻ. കനകമണിമയ നിലയമഖിലമനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും പ്രകൃതി ചപലതയോടവനചലമോരോ മണി പ്രാസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ.
ഗജതുരഗരഥഫലപദാദികൾ പംക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്മ്യങ്ങളും അനലശിഖകളും അനിലസുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ വിഭുതപതിയൊടു നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമികാധിയ പാവകജ്വാലകളംബരത്തോളം ഉയർന്നു ചെന്നു മുദാ ഭുവനതലഗത വിമല ദിവ്യ രത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനിലസുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതദ്ഭുതം ദശരഥസുതന്നു വിശ്വാസാർത്ഥമായിനി ദേഹി മേ ദേഹി ചിഹ്നം ധന്യമാദരാൽ പുനരൊരടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധയെ. അതുമവനിസുതയൊടഹമിങ്ങനെ ചൊന്നളവാശു ചൂടാരത്നമാദരാൽ നൽകിനാൻ. കമലമുഖി കനിവിനൊടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നാളൊരു ദിനം കഠിനതര നഖര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊൽക്കെന്നു ചൊല്ലിനാൾ. തദനു പലതരമിവ പറഞ്ഞു കരഞ്ഞുമുൾ താപം കലർന്നു മരുവും ദശാന്തരെ ബഹുവിധവചോ വിഭവേന ദുഃഖം തീർത്തു ബിംബാധരിയേയുമാശ്വസിപ്പിച്ചു ഞാൻ. ഇതി അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാണ്ഡം സമാപ്തം.